നമസ്കാരം. റൈറ്റ് സ്റ്റോറി ന്യൂസിലേക്ക് സ്വാഗതം. 2022 ജനകീയ പ്രക്ഷോഭത്തിന് ശേഷം ആദ്യമായി ശ്രീലങ്കയിൽ ഇന്ന് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. സാമ്പത്തിക രാഷ്ട്രീയ പ്രതിസന്ധികളിൽ നിന്ന് കരകയറാനുള്ള ശ്രീലങ്കൻ ജനതയുടെ അവസാനത്തെ പ്രതീക്ഷ. സാമ്പത്തിക അസ്ഥിരതയിൽ ജനകീയ പ്രക്ഷോഭം നടന്ന ദ്വീപ് രാഷ്ട്രത്തെ കരകയറ്റാനുള്ള മാർഗമായിട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ എല്ലാവരും നോക്കിക്കാണുന്നത്. ഇന്ത്യയുമായി വളരെ അടുത്ത ബന്ധമുള്ള ശ്രീലങ്ക എന്ന ദ്വീപ് രാഷ്ട്രത്തിലെ രാഷ്ട്രീയ ചലനം ഇന്ത്യക്കും അതേപോലെ തന്നെ ചൈനയ്ക്കും നിർണായകവുമാണ്. ഇന്ന് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും ജയിക്കുക നമുക്ക് പരിശോധിക്കാം. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ 2022 മരുന്നും ഇന്ധനവും അടക്കം ആവശ്യ വസ്തുക്കൾക്ക് ക്ഷാമം നേരിട്ടതും നിയന്ത്രണം വിട്ട ജനം പ്രസിഡന്റിന്റെ കൊട്ടാരത്തിൽ അതിക്രമിച്ച് കയറിയതുമെല്ലാം ശ്രീലങ്കയുടെ ഇന്നലകളാകുകയാണ്. ഇന്ന് നടക്കുന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വിധി എഴുതാൻ ജനങ്ങൾ എത്തുന്നത് നല്ലൊരു നാളേക്കായുള്ള ശുഭപ്രതീക്ഷയുമായിട്ടാണ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കും രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും ശേഷം നടക്കുന്ന ആദ്യ തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പ് അതിനിർണായകം, ദ്വീപ് രാഷ്ട്രത്തെ സംബന്ധിച്ച് പ്രധാനപ്പെട്ടതുമാണ്. 1948 സ്വാതന്ത്ര്യലബ്ധിക്കു ശേഷം ശ്രീലങ്ക സാക്ഷ്യം വഹിച്ച ഏറ്റവും വലിയ പ്രക്ഷോഭമായിരുന്നു 2022 ശ്രീലങ്കയിൽ നടന്നത്. ക്ഷാമവും സാമ്പത്തിക അസ്ഥിരതയും ഭരണവർഗത്തിന്റെ പിടിപ്പുകേടുമൊക്കെ എങ്ങനെ ഒരു രാജ്യത്തിന്റെ തകർച്ചയ്ക്ക് കാരണമാകുന്നുവെന്ന് ലോകത്തിനു കാട്ടിത്തരാൻ ശ്രീലങ്കയേക്കാൾ മികച്ച ഉദാഹരണമില്ല. ചെറിയൊരു ദ്വീപ് രാഷ്ട്രം, കാർഷിക വിളകളിലൂന്നിയ സാമ്പത്തികം, ടൂറിസ്റ്റുകളുടെ പറദീസ, സുവർണകാലമായിരുന്നു ശ്രീലങ്കയ്ക്ക് പറയാനുള്ളത്. എന്നാൽ കാര്യങ്ങളൊക്കെ മാറിമറിയാൻ അധികം സമയമെടുത്തില്ല. ഒടുവിൽ നാടുവിട്ടോടിയ ഭരണാധികാരികളുടെ വസതിയിലേക്ക് പൊറുതിമുട്ടിയ ജനങ്ങൾ അടിച്ചു കയറി. രാജ്യത്തിന്റെ മുഴുവൻ ഭരണ സംവിധാനത്തിന്റെയും പൊളിച്ചെഴുത്തായിരുന്നു അതിലൂടെ ജനങ്ങൾ ആഗ്രഹിച്ചതുപോലും. ഭക്ഷണത്തിനും ഇന്ധനത്തിനുമെല്ലാം വരി നിൽക്കേണ്ടി വന്ന അവസ്ഥയിലേക്ക് രാജ്യത്തെ തള്ളിവിട്ട പ്രസിഡന്റിന്റെ ഔദ്യോഗിക വസതി ഉൾപ്പെടെ ജനങ്ങൾ കയ്യേറുന്നത് ലോകം കണ്ടുനിന്നു, ഒരക്ഷരം മിണ്ടാതെ. ഗോതബായ രാജപക്സെ രാജ്യം വിട്ട ശേഷം പാർലമെന്റിനുള്ളിൽ നടന്ന വോട്ടെടുപ്പിലൂടെയാണ് റെനിൽ വിക്രമസിംഗെ ദ്വീപ് രാഷ്ട്രത്തിന്റെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എത്തുന്നത്. അതായത് പ്രക്ഷോഭത്തിന് ശേഷം ജനങ്ങൾ സ്വയം തങ്ങളുടെ നേതാവിനെ തിരഞ്ഞെടുക്കാൻ ലഭിക്കുന്ന ആദ്യ അവസരം കൂടിയാണ് ഇന്ന്. നേരത്തെ നടന്ന ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പുകൾ രണ്ട് പാർട്ടികൾ തമ്മിലുണ്ടായിരുന്ന പോരാട്ടമായിരുന്നുവെങ്കിൽ ഇത്തവണ കാര്യങ്ങൾ അല്പം വ്യത്യസ്തമാണ്. രാജ്യത്തെ രണ്ട് പരമ്പരാഗത പാർട്ടികളായ മധ്യ ഇടതുപക്ഷ ശ്രീലങ്കൻ ഫ്രീഡം പാർട്ടിയും അതായത് SLFPയും മധ്യ വലതുപക്ഷ യുണൈറ്റഡ് നാഷണൽ പാർട്ടിയും അതായത് UNPയും ഇത്തവണ നിഷ്പ്രഭരാണ്. സ്വതന്ത്രനായി മത്സരിക്കുന്ന നിലവിലെ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ, പ്രതിപക്ഷ നേതാവും സമാജി ജന ബൽവേഗായ പാർട്ടി മേധാവിയുമായ സജിത് പ്രേമദാസ, നാഷണൽ പീപ്പിൾസ് പവർ മുന്നണി നേതാവ് അനുരാഗ് കുമാര ദിസനായകെ എന്നിവർ തമ്മിലാണ് പ്രധാന പോരാട്ടം ഇവിടെ നടക്കുന്നത്. റെനിൽ വിക്രമസിംഗയെ കുറിച്ച് പറയാം. നിലവിലെ ശ്രീലങ്കൻ തെരഞ്ഞെടുപ്പിൽ ആകെ മൊത്തം 38 സ്ഥാനാർത്ഥികൾ ഉണ്ടെങ്കിലും പോരാട്ടം മേൽപ്പറഞ്ഞ 3 പേർ തമ്മിലാണ് എന്ന് പറഞ്ഞല്ലോ. കഴിഞ്ഞ 2 വർഷമായി രാജപക്സെയുടെ ശ്രീലങ്ക പൊതുജന പെരമുനയുടെ പിന്തുണ റെനിൽ വിക്രമസിംഗയ്ക്കുണ്ട്. ഒപ്പം മധ്യ വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയായ യുണൈറ്റഡ് നാഷണൽ പാർട്ടി നേതാവ് കൂടിയാണ് വിക്രമസിംഗ. പക്ഷേ ഇത്തവണ സ്വതന്ത്രനായിട്ടാണ് അദ്ദേഹം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്ന് മാത്രം. ജനത അരകളായ മുന്നേറ്റത്തിനു ശേഷം ശ്രീലങ്കയുടെ അധികാരം ഏറ്റെടുത്ത വിക്രമസിംഗെ ദ്വീപ് രാഷ്ട്രത്തിന് സാമ്പത്തിക സ്ഥിരത കൈവരിക്കാൻ നേതൃത്വം വഹിച്ചുവെന്ന വാദമുന്നയിച്ചാണ് വോട്ട് തേടുന്നത്. രാജ്യത്തിന്റെ സ്ഥിരതയാണ് പ്രധാനപ്പെട്ട മുദ്രാവാക്യവും. പാപ്പരത്വത്തിന്റെ വക്കിൽ നിന്ന് കഴിഞ്ഞ 2 വർഷം കൊണ്ട് രാജ്യത്തെ കൈപിടിച്ചുയർത്തിയതിന്റെ ക്രെഡിറ്റും വിക്രമസിംഗെ അവകാശപ്പെടുന്നുണ്ട്. 6 തവണ ശ്രീലങ്കയുടെ പ്രധാനമന്ത്രിയായ വിക്രമസിംഗെ പക്ഷേ നിരവധി വിമർശനങ്ങളും നേരിടുന്നു എന്നതാണ് സത്യം. ഇന്ത്യയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും പ്രിയങ്കരനായ വിക്രമസിംഗെ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ പിന്തുണയും കഴിഞ്ഞ 2 വർഷങ്ങളിലെ തന്റെ പ്രകടനവും ജനപ്രിയനാക്കുമെന്ന കണക്കുകൂട്ടലിൽ ആയിരുന്നുവെങ്കിലും സർവേ ഫലങ്ങൾ മറിച്ചാണ് കാണിക്കുന്നത്. $290 കോടി IMF വായ്പ എടുത്ത് ലങ്കൻ സമ്പദ്ഘടനയെ പുനരുജ്ജീവിപ്പിച്ചു എന്ന് പറയാമെങ്കിലും ലോകബാങ്കിന്റെ കണക്കനുസരിച്ച് വേതനം പ്രതിസന്ധിക്ക് മുമ്പുള്ള നിലവാരത്തേക്കാൾ വളരെ താഴെയാണ്. കൂടാതെ രാജ്യത്ത് ദാരിദ്ര്യത്തിന്റെ തോതും ഇരട്ടിയായിട്ടുണ്ട്, അസമത്വവും വർദ്ധിച്ചു. ഇതൊക്കെ വിക്രമസിംഗയ്ക്ക് തിരിച്ചടിയാകാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. രണ്ടാമത്തത് സജിത് പ്രേമദാസ് ആണ്. ശ്രീലങ്കയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടി സമാജി ജന ബലവേഗായുടെ നേതാവാണ് സജിത് പ്രേമദാസ. 30 വർഷങ്ങൾക്ക് മുൻപ് ശ്രീലങ്കൻ പ്രസിഡന്റ് പദവിയിലിരിക്കെ കൊല്ലപ്പെട്ട രണസിംഗെ പ്രേമദാസയുടെ മകൻ. തന്റെ അച്ഛന്റെ പേരിൽ കൂടിയാണ് വോട്ടഭ്യർത്ഥന അദ്ദേഹം ഇത്തവണ നടത്തുന്നത്. തെരഞ്ഞെടുപ്പിന്റെ തുടക്കത്തിൽ ഏറ്റവും അധികം ജയസാധ്യത കൽപ്പിക്കപ്പെട്ട നേതാവ് കൂടിയാണ് അദ്ദേഹം.
ശ്രീലങ്കയിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളാണ് സജിത് പ്രേമദാസയുടെ പിൻബലം പോലും. പ്രധാന മുസ്ലിം പാർട്ടികളും തമിഴ് രാഷ്ട്രീയ പാർട്ടിയായ ഇലങ്കൈ തമിഴ് അരസിന്റെയും അതായത് ATAKന്റെ പിന്തുണയും സജിത് ഉറപ്പാക്കിയിട്ടുണ്ട്. തമിഴ് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകളിൽ വലിയൊരു ശതമാനം അദ്ദേഹത്തിന് അവകാശപ്പെടാനുണ്ടെങ്കിലും സിംഹള മേഖലകളിലെ വോട്ടാകും ജയപരാജയങ്ങൾ തീരുമാനിക്കുന്നത്. ഒപ്പം ന്യൂനപക്ഷ വോട്ടുകൾ മുൻപെങ്ങുമില്ലാത്ത തരത്തിൽ ഇത്തവണ വിഘടിച്ച് നിൽക്കുകയാണെന്നും റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കും. സ്വതന്ത്ര വിപണി നയങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന സജിത് പ്രേമദാസ 2020 വരെ പ്രസിഡന്റ് റനൽ വിക്രമസിംഗയുടെ യുണൈറ്റഡ് നാഷണൽ പാർട്ടി അംഗം കൂടിയായിരുന്നു. പിന്നീടാണ് അവിടെ നിന്നും വേർപിരിയുകയും സമാജി ജന ബലവെഗായ പാർട്ടി രൂപീകരിക്കുകയും ചെയ്തത്. മധ്യ ഇടതുപക്ഷ ചായ്വുള്ള സജിത് പ്രേമദാസയുടെ പാർട്ടി IMFന്റെ വായ്പാ ഉപാധികൾക്കെതിരെ നേരത്തെ തന്നെ രംഗത്തെത്തിയിരുന്നു. ഒപ്പം ജീവിത ചെലവ് കുറയ്ക്കുന്നതിന് നികുതി ഇനത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള പദ്ധതികളും അദ്ദേഹം പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പറയുന്നത് അനുരകുമാര ദിനനായകയെ കുറിച്ചാണ്. നാഷണൽ പീപ്പിൾസ് പവർ സഖ്യത്തിലെ പ്രധാന പാർട്ടി ജനതാ വിമുക്തി പെരുമന നേതാവാണ് അനുരകുമാര ദിസനായകെ. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ അപ്രതീക്ഷിത മുന്നേറ്റം കാഴ്ചവെച്ച നേതാവ് കൂടിയാണ് ഇദ്ദേഹം. ചൈനയുമായി അടുത്ത ബന്ധം കാത്തു സൂക്ഷിച്ചിരിക്കുന്ന ദിസനായകയുമായി ഇന്ത്യ അടുത്തിടെ സൗഹൃദം സ്ഥാപിച്ചതും ഈ മുന്നേറ്റം മനസ്സിൽ വെച്ചുകൊണ്ടാകണം. അത്രയ്ക്ക് സാധ്യതയാണ് ദിസനായകയ്ക്ക് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഇപ്പോൾ പ്രവചിക്കപ്പെട്ടിട്ടുള്ളത്. അഴിമതി തുടച്ചു നീക്കി പഴയ രാഷ്ട്രീയ സംസ്കാരങ്ങളെ ഇല്ലാതാക്കുമെന്ന പ്രഖ്യാപനവുമായാണ് ദിസനായകെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ പോരാട്ടത്തിന് ഇറങ്ങിയിരിക്കുന്നത്. സ്വതന്ത്രാനന്തരം അധികാരം കയ്യാളിയ രാജ്യത്തിന്റെ രാഷ്ട്രീയ വരേണ്യവർഗമാണ് ലങ്കയുടെ തകർച്ചയ്ക്ക് കാരണമെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാന വാദം. തന്റെ നേതൃത്വത്തിൽ ലങ്ക അഭിവൃദ്ധി പ്രാപിക്കുമെന്ന പ്രതീക്ഷയാണ് പ്രധാനമായും ദിസനായകെ വോട്ടർമാർക്ക് ഇക്കുറി നൽകുന്നത്. ഒരിക്കൽ പോലും ശ്രീലങ്കൻ ഭരണത്തിന്റെ ഭാഗമാകാത്ത പാർട്ടിയാണ് ജനതാ വിമുക്തി പെരുമനെ അതായത് JVP. മാർക്സിസമാണ് തങ്ങളുടെ രാഷ്ട്രീയ പ്രത്യയശാസ്ത്രം എന്ന് പറയുന്ന JVP 2 തവണയാണ് ലങ്കയിൽ ഭരണകൂടത്തിനെതിരെ കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അരകളായ മുന്നേറ്റത്തിന്റെ നേതൃത്വം ഔദ്യോഗികമായി ഒരു രാഷ്ട്രീയ പാർട്ടിയും അവകാശപ്പെടുന്നില്ലെങ്കിലും പൊതുപണിമുടക്കുകൾ സംഘടിപ്പിച്ചും ദിവസേന പ്രതിഷേധങ്ങൾ നടത്തി JVP സജീവ പങ്ക് വഹിച്ചിട്ടുണ്ട്. അതിലൂടെ ലങ്കയിലുണ്ടായ രാഷ്ട്രീയ അനിശ്ചിതത്വമാണ് ദിസനായകയുടെ മുന്നേറ്റത്തിന് വഴിയൊരുക്കിയത് പോലും. 1971 പിന്നീട് 1980കളുടെ അവസാനത്തിലും JVP നേതൃത്വം നൽകിയ സായുധ കലാപങ്ങൾ JR ജയവർദ്ധനുടെയും R പ്രേമദാസന്റെയും ഭരണത്തെ അട്ടിമറിക്കാൻ ആഹ്വാനം ചെയ്തുകൊണ്ടായിരുന്നു. ശ്രീലങ്കൻ ചരിത്രത്തെ ഏറ്റവും രക്തരൂക്ഷിതമായ കാലഘട്ടം കൂടിയായിരുന്നു അത്. സിംഹള വംശീയതയെ കൂട്ടുപിടിച്ച് തമിഴ് ജനതയ്ക്കെതിരായി ആ കലാപങ്ങൾ അക്കാലത്ത് വഴിമാറിയിട്ടുണ്ടായിരുന്നു. കലാപങ്ങൾക്ക് നേതൃത്വം നൽകിയ കലുഷിതമായ ഭൂതകാലത്തിൽ നിന്ന് എല്ലാ തരത്തിലും മാറി നിൽക്കാനാണ് ദിസനായകെ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രസിഡന്റിന്റെ ശക്തമായ എക്സിക്യൂട്ടീവ് അധികാരങ്ങൾ നിർത്തലാക്കുമെന്നും IMF സാമ്പത്തിക വായ്പയുടെ നിബന്ധനകൾ പുനരാലോചിക്കുമെന്നും ദിസനായകെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അടുത്തിടെ നടത്തിയ സർവേകളെല്ലാം ഏറ്റവും അധികം ജനപ്രിയനായ സ്ഥാനാർത്ഥിയായിട്ടാണ് ദിസനായകയെ കാണുന്നത്. ഇതുകൊണ്ട് തന്നെ ശ്രീലങ്കയ്ക്കൊരു മാർക്സിസ്റ്റ് പ്രസിഡന്റ് ഉണ്ടാകുമെന്ന പ്രതീതിയും ഇവിടെ ശക്തമാണ്. ഇനി ലങ്കൻ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ടവരെ കുറിച്ചാണ് പറയുന്നത്. UNPയും SLPയും ആധിപത്യം പുലർത്തിയ രാഷ്ട്രീയ ക്രമത്തെ പൊളിച്ചെഴുതിയ NPP പ്രമുഖ മൂന്നാം മുന്നണിയുമുണ്ട്. നമൽ രാജപക്സെ കുടുംബ പാരമ്പര്യവുമായി ശ്രീലങ്ക പൊതുജന പെരുമുന അതായത് SLPP സ്ഥാനാർത്ഥി മുൻ പ്രസിഡന്റ് മഹീന്ദ രാജപക്സെയുടെ മകനും 2022 ജനകീയ പ്രതിഷേധത്തിൽ അധികാരം നഷ്ടപ്പെട്ട ഗോതബായയുടെ മരുമകനുമാണ് അദ്ദേഹം. ഗോതബായ ബന്ധമാണ് അദ്ദേഹത്തിന്റെ എതിർഘടകമായിട്ട് വരുന്നത്. P അരിയനേത്രനാണ് അടുത്ത ആള്. തമിഴ് പാർട്ടികളുടെ പൊതു സ്ഥാനാർത്ഥിയാണ് ഇദ്ദേഹം. റെനിൽ സജിത് പ്രേമദാസയാണ് അടുത്തയാൾ. അനുരകുമാര ദിസനായകെ എന്നിവർ തമ്മിലുള്ള ത്രികോണ പോരാണ് ഇവിടെ ശക്തമാകുന്നത്. 50% ഭൂരിപക്ഷ വോട്ട് നേടിയില്ലെങ്കിൽ വിജയിയെ നിശ്ചയിക്കുക മുൻഗണനാ വോട്ടുകൾക്ക് നിർണായക പങ്കാണ് ഇവിടെ വഹിക്കുന്നത്. ജനത അരകലയ, ഇന്ധനം, പാൽപ്പൊടി, ഗ്യാസ്, മറ്റ് ആവശ്യ വസ്തുക്കൾ തുടങ്ങിയവയുടെ ക്ഷാമത്തെ തുടർന്നുണ്ടായ 2022 ജനകീയ പ്രക്ഷോഭം ഇവരുടെ നേതൃത്വത്തിലായിരുന്നു. സ്വജന പക്ഷപാത രാഷ്ട്രീയം, മുൻ ഭരണകൂടങ്ങളുടെ അഴിമതി എന്നിവയുടെ അനന്തരഫലം അനുഭവിച്ചവരാണ്. നിലവിൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ സജീവമാണ് ഇവർ. ടൂറിസം ശക്തമായി തിരിച്ചുവരുന്നു എന്ന അവസ്ഥ ലങ്കയിൽ പ്രതീക്ഷ നൽകുന്നുണ്ട്. വിദേശ നാണയ കരുതൽ ശേഖരണത്തിൽ ഗണ്യമായ ഉയർച്ചയും ലങ്കയിലുണ്ടായിട്ടുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിക്ക് സ്ഥിര പരിഹാരം കണ്ടെത്താൻ പുതിയ പ്രസിഡന്റിനുള്ള പ്രധാന വെല്ലുവിളിയും ഇതൊക്കെ തന്നെയാണ്. മറ്റൊരു പ്രധാന കാര്യം ന്യൂനപക്ഷ വോട്ടുകളാണ്. ലങ്കയുടെ അധികാരം ആരെടുക്കണമെന്ന് തീരുമാനിക്കുന്നതിൽ ന്യൂനപക്ഷ വോട്ടുകൾക്ക് ഒരു നിർണായക പങ്കുണ്ട്. ന്യൂനപക്ഷ തമിഴ് മുസ്ലിം സമുദായങ്ങൾ രാജ്യത്തെ തെരഞ്ഞെടുപ്പുകളിൽ നിർണായകമാണ് എന്നാണ് പറയുന്നത്. പ്രമുഖ സ്ഥാനാർത്ഥികളെല്ലാം സിംഹളാണ് എന്നതുകൂടി നമ്മൾ ഓർക്കണം. ജനരോക്ഷത്തിൽ രാജ്യം വിട്ടോടിയ മുൻ പ്രസിഡന്റ് ഗോതബായ രാജപക്സ ഇന്ത്യ അനുകൂലി കൂടിയാണ്. റനിൽ വിക്രമസിംഗെയും ഇന്ത്യയുമായി അടുപ്പം പുലർത്തുന്നുണ്ട്. ഇന്ത്യയോട് ചേർന്ന് കിടക്കുന്ന തന്ത്രപരമായ പ്രാധാന്യമുള്ള ശ്രീലങ്കയിൽ മേധാവിത്വം നേടാൻ ചൈന ശ്രമിക്കുന്നതിനാൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നയതന്ത്ര പ്രാധാന്യം ഏറെയുള്ളതാണ്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിലൂടെ ശ്രീലങ്കയുടെ മേൽ ബാധിച്ച് ശനിദശ മാറുമോ എന്ന് കണ്ടറിയണം. ഈ തെരഞ്ഞെടുപ്പ് ഇന്ത്യക്കും നിർണായകമാണ്. അപ്പോൾ മറ്റൊരു വാർത്തയും വിശകലനവുമായി വീണ്ടും വരാം. നന്ദി.